ജാനകി, നാളെയല്ലേ താൻ കോളേജിൽ പോണ ദിവസം? ആ അത് ഞാൻ എന്തുവേട്ടാ? ജാനകിക്ക് പേടിയുണ്ടോ? ഇത്ര നാളും ഗ്യാപ്പ് വന്നില്ലേ? തന്നെക്കാളും ചെറിയ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ. പേടി ഉണ്ടോന്ന് ചോദിച്ചാ മനസ്സ് കിടന്ന് പിടയ്ക്കണുണ്ട്. അത് പേടി കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്നൊന്നും മനസ്സിലാവണില്ല. ജാനകി പേടിക്കൊന്നും വേണ്ട. ഒരാഴ്ചക്കുള്ളില് എല്ലാം സെറ്റാവും. അല്ലേലും തന്നോട് കൂട്ടുകൂടാതിരിക്കാൻ ആർക്കാ പറ്റുക? ആർക്കായാലും ഒരിഷ്ടമൊക്കെ തോന്നും. ജാനകി, ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയോ? എന്താണ് എന്തുവേട്ടാ? ജാനകിയുടെ മനസ്സില് ഈ അനന്തകൃഷ്ണന്റെ സ്ഥാനം എന്താ? തന്റെ ഭർത്താവായിട്ടാണോ അതോ തന്നെ സഹായിക്കാൻ വന്ന ഒരാളായിട്ടോ? അനന്തുവേട്ടാ, അത് അനന്തുവേട്ടന് ഞാനെൻ്റെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന സാധനം വളരെ വലുതാ. ഈ ജാനകിയെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചതും ആ സ്വപ്നത്തിന് ചിറക് മുളപ്പിച്ചതും എന്നെ പറക്കാൻ പഠിപ്പിച്ചതെല്ലാം അനന്തുവേട്ടനല്ലേ. ഈ ജാനകിയുടെ എല്ലാം എല്ലാം ആണ് അനന്തുവേട്ടൻ. അപ്പോ തനിക്കും എന്നെ ഇഷ്ടമാണല്ലേ? അങ്ങനെ ആണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അത് പിന്നെ അനന്തുവേട്ടനെ പോലെ ഒരാളെ സ്നേഹിക്കാതിരിക്കാൻ ഏത് പെണ്ണിനാ സാധിക്കുക? എൻ്റെ ജീവനാണ് അനന്തുവേട്ടൻ. മതി, എനിക്ക് ഇത് കേട്ടാ മതി. ജാനകി കിടന്നോ, നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ? ദൈവമേ, ഞാൻ എന്തൊക്കെയാ അനന്തുവേട്ടനോട് പറഞ്ഞത്? ഷോ, ഓർത്തിട്ട് തന്നെ എന്തോ പോലെ. കർത്താവെ, ഈ സന്തോഷം എന്നും എനിക്ക് നിലനിർത്തി തരണേ. ഇപ്പോ ജാനകിക്ക് ജീവിക്കാനൊരു കൊതി തോന്നുക. കൈവിടല്ലേ എൻ്റെ പുണ്യാളാ, കാത്തോണേ.